മന്ത്രസിദ്ധി തന്ത്രത്തിലെ ദുർഗാകൽപ്പത്തിലെ 6ാമത്തെ മന്ത്രം മഹാശൂലിനി മന്ത്രം. ഋഷിഛന്ദസ് അസ്യ ശ്രീ ശൂലിനി മഹാമന്ത്രസ്യ അങ്കിര ഋഷി അനിത്യ അനുഷ്ഠുപ് ഛന്ദ ശ്രീ മഹാശൂലിനി ദേവത. ഹ്രാം ബീജം ഹ്രീം ശക്തി ഹ്രൂം കീലകം മമ സർവഭാവക്ഷയാർത്ഥേ ഇഷ്ടഗമ്യാർത്ഥസിദ്ധ്യർത്ഥേ മോക്ഷസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. ഹ്രാം അങ്കുഷ്ടാഭ്യാം നമ ഹ്രീം തർജനീഭ്യാം നമ ഹ്രൂം മധ്യമാഭ്യാം നമ ഹ്രൈം അനാമികാഭ്യാം നമ ഹ്രൗം കനിഷ്ഠികാഭ്യാം നമ ഹ്ര കരതലകര പൃഷ്ഠാഭ്യാം നമ ഏവം ഹൃദയാദിന്യാസം. ധ്യാനം. ബിഭ്രാണാശൂല ബാണാശ്വരി സുദരഗദാചാപപാശാങ്കുശാബ്ദേ മേഘശ്യാമം കിരീടോല്ലിഖിത ജഡധരാഭീഷണാഭൂഷണാഢ്യ സിംഹസ്കന്ധാധിരൂഢ ച തസ്യ അഭിരല കീടാസിതാഭിപരീത കന്യാഭിർഭിന്നദൈത്യ ഭവതു ഭയകരധ്വംസിനി ശൂലിനൈവ. ഓം ഹ്രീം ജലശൂലിനി ഹും ഫൾ സ്വാഹ ജലദുഷ്ടഗ്രഹ ഫൾ. മന്ത്രം ഒന്നുകൂടി പറയാം. ഓം ഹ്രീം ജലശൂലിനി ഹും ഫൾ സ്വാഹ ജലദുഷ്ടഗ്രഹ ഫൾ. മഹാശൂലിനി മഹാമന്ത്രം 8ാമത്തെ അംഗം ഛന്ദസ്സും മൂളി പറഞ്ഞു തന്നെ. ധ്യാനം. വശ്യാം പഞ്ചമുഖാസനാം തൃണയനാമൂർധോജ്വലത് കുന്തളാം കാളവ്യാളവിഭൂഷണാം പരിപദദംഷ്ട്രാനനാം ഭീഷണാം ഘോരപ്രസ്ഫുരിതാധരാം വിചലിതഗ്രീവാസുരൗഖാരവം വന്ദേ ഭക്തവിരുദ്ധ ലോകമഥനീം ശ്രീം ശൂലിനീം ഭാവേ. മന്ത്രം. ഓം ഹ്രീം ടും ശ്രീ ശൂലിനി ജ്വലഫുൾ ജലഹും ദുഷ്ടഗ്രഹം സ്വഹ. മാരണ മന്ത്രത്തിൽപ്പെടുന്നത്. ശൂലിനിയുടെ ഭാഷാമാല മന്ത്രം. മന്ത്രം മഹാസാരത്തിൽ. ഓം ഐ ഹ്രീം ശ്രീം ശ്രീ മഹാദേവൻ മുമ്പിൽ ഹോമകുണ്ഡം തോന്നി, ഹോമകുണ്ഡത്തിൽ അഗ്നികുണ്ഡം തോന്നി, അഗ്നികുണ്ഡത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ശ്രീ മഹാശൂലിനി എന്നെക്കുറിച്ച് ഞാൻ സേവിക്കുമ്പോൾ 4448 മന്ത്രമൂർത്തികളും 10 കുറയും 400 കുട്ടിച്ചാത്തന്മാരും 72 ഭദ്രകാളികളും 42 വെന്തലകളും 12 ഘണ്ഠാകർണന്മാരും പുറമേ വരുന്ന ദേവതകളും അകമേ വരും ധർമ്മദേവതകളും നീണ്ടാം മാട്ടിയ മാട്ടാം മാട്ടും തീരാബാധയും സർവപ്രേതവും സർവശത്രുവും സർവദുഷ്ടഗ്രഹങ്ങളും ഒടിയും ദുഷ്ടരും ഈ ശരീരത്തോട് പ്രതിയോഗികളായി വരുന്നവരെ നിന്നുടെ ശംഖചക്രത്താലെ തൃശൂലത്താലെ പള്ളിവാളാലെ ഹനഹന എരീരി ഹുതഹുത മധമത പചപച സംഹര ശരീരം പാലേ ആത്മാനം രക്ഷ ഹ്രീം ശ്രീം ട്രൂം ജ്വലശൂലിനി ദുഷ്ടഗ്രഹം ഹുംഫൾ സ്വാഹ. അത് ഉച്ചാരണ മന്ത്രമാണ്. വളരെ ഹോമത്തിനും പറ്റും, ഒഴിഞ്ഞു കളയാനും പറ്റും, എല്ലാത്തിനും പറ്റും. ഈ മന്ത്രം കൂടി എഴുതി കുഞ്ഞിരിക്ക കാപ്പ് കിട്ടി തലേനാൾ പോകുന്ന പിറ്റേന്നാൾ കുളിച്ചു പോകുന്ന മാനസപൂജ ചെയ്ത് പറിച്ച ആ ഔഷധവും ഈ യന്ത്രവും കൂടി തേങ്ങയുടെ കണ്ണൂരുന്ന് അതിലിട്ട് പാടാവള്ളി കൊണ്ട് 21 ചുറ്റി ശുദ്ധമായ ഈ മന്ത്രം 12 സംഖ്യ കഴിച്ച് പഠിക്കൽ സ്ഥാപിക്കുക. എന്നാൽ ഒടിയൻ കള്ളൻ ഒന്നും പഠിക്കകത്ത് കിടക്കില്ല. ഈ മന്ത്രം ജപിച്ച് ഗുരുതിയിൽ തളിക്കുക. സർവ്വബാധകളും പോകും. ബാധ കയറിയവരെ മന്ത്രം ജപിച്ച് ഒഴിഞ്ഞ് ബാധകളെ കളയാം. മറ്റനേകം കാര്യങ്ങൾക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം.